എമ്പുരാൻ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഞാനും വൈഫുമാണ് പോയത്. ലൂസിഫർ നമ്മളെ ഇഷ്ടപ്പെട്ട് കണ്ടൊരു പടമായിരുന്നു. അതിനകത്ത് നമുക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു നായകനായിട്ട് മാത്രമല്ല, നമുക്കൊരു പഴയൊരു മോഹൻലാലിനെ കാണുന്ന, മീശ പിരിക്കുന്ന, മുണ്ട് മടക്കി കൊത്തുന്ന, ദേഷ്യം വന്ന ആൾക്കാരെ ചവിട്ടുന്ന ഒരു നായക പരിവേഷമുള്ള, ഹീറോയിസമുള്ള, ഹീറോയിക്കായിട്ടൊരു ക്യാരക്ടർ. ഹി കുഡ് ഡു വാട്ട് എവർ ഹി ക്യാൻ, അല്ലേ? പിന്നെ ആ കിട്ടുന്ന ഗോവർദ്ധൻ്റെ ആ ഇമ്പാക്റ്റ്, ഗോവർദ്ധൻ്റെ ഒരു പ്രീലോഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഒരു സംഭവം തുടങ്ങുമ്പോഴത്തേനും എന്തോ സംഭവിക്കുന്നു. ഇവൻ മഹിരാവണൻ, ലൂസിഫർ, നരകത്തിൻ്റെ പുത്രൻ എന്നൊക്കെ ഒരു ഇത് കൊടുക്കുമ്പോഴത്തേനും ഇവൻ പറയുന്ന, അതായത് ഗോവർദ്ധൻ ആരാ? ബേസിക്കലി ആരുമല്ല, അയാളുടെ ജസ്റ്റ് ഒരു സ്നിഫ് ഡോഗ് മാത്രമാണ്. പുള്ളി തപ്പിയെടുക്കുന്നത്, കാര്യങ്ങൾ തപ്പിയെടുക്കുന്നത് സ്നിഫ് ഡോഗ്, അത്രേ ഉള്ളൂ. അത്തരം ഒരാൾ പറയുന്ന ആ വാക്കുകൾ കൊണ്ടാണ് ആ സിനിമ ഡെവലപ്പായി കയറി വരുന്നത്. ആ ക്യാരക്ടറിൻ്റെ തുടക്കം മുതൽ പിന്നെ ഡെവലപ്പായി കയറി വരുന്ന ആ ഒരൊറ്റ പോയിന്റിലാണ്. ഇപ്പോഴും ഗോവർദ്ധനുണ്ട്, എമ്പുരാനിലും ഗോവർദ്ധനുണ്ട്. എമ്പുരാനിലും ഗോവർദ്ധൻ തന്നെയാണ് കഥയെ ഗൈഡ് ചെയ്ത് പോകുന്ന, ഇതേ സ്നിഫ് ഡോഗിൻ്റെ പണി തന്നെയാണ് ചെയ്യുന്നത്. കഥയെ ഗൈഡ് ചെയ്ത് പോകുന്ന ആളും പുള്ളി തന്നെയാണ്. പക്ഷേ ഒറ്റ വ്യത്യാസമുണ്ട്, പുള്ളി ഇത്തവണ മോഹൻലാലുമായി കൈകോർക്കുന്നു. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്ക് ഇവിടം വിട്ട്, നെടുമ്പള്ളി വിട്ട് പോയ സ്റ്റീഫനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി, അല്ലെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇയാൾ. ഗോവർദ്ധൻ വീണ്ടും ഇറങ്ങുകയാണ്. അതൊന്നും ഒരു തെറ്റുമില്ല. അതായത് ആദ്യത്തെ ഹാഫിൻ്റെ അവിടം വരുന്ന ഒരു പ്രശ്നവും നമുക്ക് തോന്നുന്നില്ല. ഒരു കഥ ഡെവലപ്പായി വരുന്നു. പ്രശ്നം ഈ കഥ തുടങ്ങുന്നതാണ്. ആദ്യമേ ഇതിന് ടൈറ്റിൽ സോങ് കാണിക്കുകയും, ടൈറ്റിൽ എൽ എന്ന് പറയുന്ന ടൈറ്റിലുണ്ട്, L2 എമ്പുരാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന സംഭവമുണ്ട്. ഈ എൽ എന്നുള്ളതാണ് ലൂസിഫറിൻ്റെ എല്ല്. ഈ എല്ല് ഈ സിനിമയ്ക്കകത്ത് ഉടനീളമുണ്ട്. അതായത് ചുമ്മാ ഒരു കേബിൾ കമ്പി പൊട്ടി വീണ വരെ എല്ലുണ്ട്. ഒരു മുകളിൽ നിന്ന് ഒരു ബോംബ് സ്ഫോടനത്തിന് ശേഷം ഒരു കുരിശ് താഴെ വീണ കുരിശ് എല്ലായിട്ട് കാണിക്കും. ഇതെല്ലാം ട്രാൻസിഷൻസ് വഴി നമ്മുടെ ബോധപൂർവ്വം അല്ലാതെ എൽ എന്നുള്ള സംഭവത്തിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുവാണ്. നമുക്ക് കാണാം, എല്ല് അവിടെ നിൽക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നത് അതായിരുന്നു ഇവരുടെ ബ്രില്യൻസ് ഇതിനകത്ത് കാണിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭൂരിഭാഗവും. എൽ എന്നുള്ളത് ഒരു മരം, ചുമ്മാ ഒരു മരം കത്തിപ്പോയി. ഞാൻ തന്നെ ഉടനെ ചോദിച്ചത്, ഈ ഫൈറ്റ് സീൻ ഈ മരം കത്തേണ്ട കാര്യം എന്താ കാടിനകത്തിരിക്കുന്നത്? പക്ഷേ മരം കത്തിയിട്ട് കുറച്ച് ദൂരോട്ട് മാറുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായത്, ഓ അത് എൽ എന്നാണ് കത്തിയിരിക്കുന്നത്. അങ്ങനെ ബോധപൂർവമോ അല്ലാതെയായിട്ട് ഇവർ എല്ലിൻ്റെ ബ്രില്യൻസ് കുറേ കാണിക്കുന്നുണ്ട്. പിന്നെ സിക്കാട എന്ന് പറഞ്ഞാൽ മോതിരം, മോഹൻലാൽ ഇതിട്ടോട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പുള്ളി നെടുമ്പള്ളി വരുമ്പോഴും ഇടുന്നുണ്ട്, അവിടെ പോയി നിക്ഷേപിക്കുമ്പോഴും ഇടുന്നുണ്ട്, MI6ൻ്റെ ഏജൻറ്റിനെ കൊല്ലുമ്പോഴും ഇടുന്നുണ്ട്. എല്ലായിടത്തും പുള്ളി ഇതിട്ടോണ്ട് നടപ്പുണ്ട്. ഇനി ഇതിടുന്നതുകൊണ്ട് വല്ല വ്രതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് വെച്ചൊക്കെയാണ് ഗോവർദ്ധനൊക്കെ, അല്ലെങ്കിൽ ഓക്കെ സ്പോയിലർ ഞാൻ പറയുന്നില്ല. എന്തിനാണ് സംഘികൾ കിടന്ന് പണം വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘികൾക്ക് കിട്ടിയ അടിയാണ് ഇതിൻ്റെ ആദ്യത്തെ തുടക്കത്തിലെ കുറേയേറെ പോർഷൻ കാണിക്കുന്നത് ഗോത്ര കലാപത്തോട് ബന്ധപ്പെട്ടാണ്. എന്തിനാണത് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവർക്ക് ഈ കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഈ കലാപത്തിൻ്റെ കുറേ ക്ലിപ്പിങ്ങുകളും ആ കലാപത്തിൻ്റെ കുറേ ആ പരിവേഷം വേണം ഇവിടെ. എന്നാലും ഇവിടെ മെയിൻ വില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇത് ഹിന്ദുക്കൾക്കെതിരെയുള്ള പടമോ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പടമോ ഒന്നുമല്ല. അവർക്ക് ആ വില്ലൻ്റെ ക്രൗര്യത, അല്ലെ കുടിലതയും കൗശലത്വവും ഒക്കെ കാണിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് വേണം. ആ ഗ്രൗണ്ടിന് പറ്റിയ സംഭവമാണത്. സ്വാഭാവികമായിട്ടും കാണുന്നവനോർക്ക് വാവ് ബജറംഗി എന്ന് പറഞ്ഞാൽ ഈ വില്ലൻ എന്നാ വൃത്തികെട്ടവനാണ് എന്ന് തോന്നുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പ്രോബ്ലം പറ്റിയിരിക്കുന്നത് ആ ഇമ്പാക്റ്റ് വഴി ഉണ്ടായി വരുന്ന സ്പേസ് എന്ന് പറയുന്നത് ഈ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന് വേണ്ടിയാണ്. മോഹൻലാലിന് വേണ്ടിയുള്ള സ്പേസ് അല്ലത്. കഴിഞ്ഞ പടത്തിൽ ലൂസിഫറിനകത്ത് മോഹൻലാലിന് വേണ്ടി ഒന്നേന്ന് തുടങ്ങി പതുക്കെ തുടക്കത്തിൽ മോഹൻലാൽ വരുന്നു, ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നു, ജസ്റ്റ് മയിൽവാഹനം റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാതെ വണ്ടി കടത്തിവിടാൻ വിടുമ്പോഴത്തേക്കും അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇമ്പാക്റ്റ് ആരംഭിക്കുകയാണ്. ലൂസിഫർ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഈ പുള്ളി വരുന്നത് ഏതോ ഒരു നേരത്താണ്. സത്യമായി ഞാൻ നോക്കിയിട്ടുണ്ട്, ഏതോ ഒരു നേരത്താണ് പുള്ളി വരുന്നത്. അതുവരെ അത് വേറെ പലരുടെയും കഥയാണ് എമ്പുരാൻ. അതായത് ആ യൂണിവേഴ്സ് ഉണ്ടാക്കുക, ആ ഫ്രാഞ്ചൈസിക്കകത്തെ പല കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയും കാണിപ്പിക്കാൻ വേണ്ടിയും ഈ സംഭവത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പതുക്കെ ഡെവലപ്പായി ഒരു ആർച്ച് പോലെ വളച്ചുകൊണ്ട് വേറൊരിടത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ലൂസിഫറിനോ സ്റ്റീഫൻ നെടുമ്പള്ളിക്കോ റോളൊന്നുമില്ല. അവരുടെ ആവശ്യം അതിനകത്തില്ല. ഇനി ഇയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ എൻ്റെ തല, എൻ്റെ ഫിഗർ, എൻ്റെ ചിരി, എൻ്റെ മസിൽ, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം. മോഹൻലാലിന് വേണ്ടി അടുത്ത 10 വർഷം റീലുണ്ടാക്കി കളിക്കാം. ഫാൻ ബോയ്സിന് ഏത് പരിപാടിക്ക് വേണ്ടി റീലുണ്ടാക്കാനുള്ള സാധനമുണ്ട്. പുള്ളി നടക്കുന്നു, നിൽക്കുന്നു, സ്ലോ മോഷൻ, ഓഫ് ബീറ്റായിട്ടുള്ള ഷോട്ടുകളെ, പിന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറച്ചും കൂട്ടിയുള്ള ഷോട്ടുകളെ, പുള്ളിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോരോ കാര്യങ്ങളെ, ഡ്രസ്സുകൾ, കോമ്പോസ്, അങ്ങനെ ഇഷ്ടം പോലെ കളർ ടോണുകൾക്കകത്തെ ചേഞ്ചുകൾ, ഉപയോഗിക്കുന്ന അക്സസറികളുടെ ചേഞ്ചുകൾ, പുള്ളി തോക്ക് ഉപയോഗിക്കുന്ന വിധം, തോക്കിന് തന്നെ പല വേർഷൻസ്, അങ്ങനെ ആകെ ടോട്ടൽ കത്തിപ്പൊടി പൊട്ടിപ്പ തകർന്നു. ഇതാണ് അവസ്ഥ.
ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം സംഭവം ടോപ്പ് നോച്ച് പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. എടുത്തിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രപോലെ എഫേർട്ട് ഈ പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ക്രൂ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു ക്രൂ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയും സ്ഥലങ്ങളിൽ പോയി, അതായത് സ്ഥലം ഇങ്ങനെ കിടക്കുക. ഇത് നെടുമ്പള്ളി കിടക്കുന്ന ഒരു പഞ്ചായത്തിലെ കഥയല്ല ഈ പറയുന്നത്. ലൂസിഫറിനകത്ത് ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ തുർക്കിക്കകത്തെ ആയിട്ട് മൂന്ന് പേര് ഈ അബ്രാം ഖുറേഷി തപ്പിപ്പോകുന്നതിൻ്റെ തുടക്കവും, പിന്നെ വടക്കൻ റഷ്യക്കകത്ത് എവിടെയോ സയ്യിദ് മസൂദ് പുള്ളിയെ റിസീവ് ചെയ്യുന്ന ഒരു സിനിമയേ ഉള്ളൂ അബ്രാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്കത്തെ ആ നീണ്ടു കിടക്കുന്ന കാണ്ടം കഥ മൊത്തം നടക്കുന്ന കേരളത്തിലാണ്. കേരള രാഷ്ട്രീയം, അതിലേക്ക് കുടിലതാചാതികൾ പുറകിൽ നിന്ന് കുത്ത്. അതിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി കാണിച്ച് എന്തൊക്കെ ബ്രില്യൻസ് ഉണ്ടായിരുന്നു. ബോംബെ പോലത്തെ ഒരു സ്ഥലത്ത് പുള്ളിക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പുള്ളി എന്തൊക്കെ ചെയ്യാൻ പറ്റി. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിനകത്ത് കാണിച്ച്. നമുക്കറിയുന്ന ഭൂമി മേഖല, നമുക്കറിയുന്ന ജോഗ്രഫി, നമുക്കറിയുന്ന നാട്ടുകാരും പൊളിറ്റിക്സും, നമുക്കറിയുന്ന ഈവൻ അടിപിടികൾ പോലും ഇത് നമ്മൾ എത്ര അടുത്ത് കണ്ടതാണ് എന്ന് പറഞ്ഞ നമുക്ക് പരിചയമുള്ളൊരു സംഭവം നമ്മൾ ഇതിനകത്ത് ഈ എമ്പുരാനകത്ത് വന്ന് കഴിഞ്ഞപ്പോൾ കാണിക്കുന്ന മൊത്തം ഇതിനകത്ത് അബ്രാം ഖുറേഷിയാണ് ഭൂരിഭാവം. ഫസ്റ്റ് ഹാഫ് ഭൂരിഭാവം പുള്ളി മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് പൊളിഞ്ഞു എന്നാണ് ആൾക്കാർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫാണ് ഞാൻ ഇച്ചിരി അന്തസ്സായിട്ടിരുന്ന് കണ്ടത്. കാരണം ഇച്ചിരിയോടൊക്കെ കാണാനുണ്ട്, അതിൻ്റെ കഥയുടെ ഗ്രൗണ്ടിൽ കുറേ കൂടെ പറയാനുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് മനസ്സിലായത് മൊത്തം ഈ നമ്മുടെ ഈ എക്സ്ട്രാക്ഷൻ പോലത്തെ സിനിമകളൊക്കെ ഇല്ലേ, എക്സ്ട്രാക്ഷൻ, മാക്സ് പെയിൻ, അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങളൊരു ഗെയിം കളിക്കുക, അസാസിൻസ് ക്രീഡ് പോലത്തെ ഒരു ഗെയിം കളിക്കുക, അതുപോലത്തെ പരിപാടിയാണ്. ഒരു സെക്കൻഡിൽ അവൻ ദുബായി നിൽക്കുന്നു, അടുത്ത സെക്കൻഡിൽ കോങ്കോയിൽ പോകുന്നു, പിന്നെ ആഫ്രിക്കയിൽ ചെല്ലുന്നു, പിന്നെ അടുത്ത സെക്കൻഡിൽ നെടുമ്പള്ളി വരുന്നു, വീണ്ടും ഓടുന്നു, ഒറ്റ സെക്കൻഡിൽ അവൻ യമനിൽ പോകുന്നു. എന്തിനാണ് ഇവിടെയൊക്കെ പോകുന്നത്? ഇങ്ങനെ പറന്ന് നടക്കുന്നതിൻ്റെ കഥ എന്തുവാ? ഫ്രാൻസ്, ഇറ്റലി ഇല്ലായിരുന്നു കേട്ടോ, ഇറ്റലി ആയിരുന്നു, ലണ്ടൻ, അങ്ങനെ അങ്ങ് കിടക്കുവാണ്. അങ്ങനെ സ്ഥലങ്ങൾ ഒന്നിനു പുറകെ ഒന്നാടിങ്ങനെ സ്ഥലങ്ങൾ ഒഴുകി കിടക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത്രയൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കാണാൻ പോകുന്നത് ഇൻ്റർനാഷണൽ മൂവിയാണ്. ഇൻ്റർനാഷണൽ മൂവി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് സത്യം പറഞ്ഞ ആദ്യത്തെ ഈ വാചകം പറഞ്ഞു നിർത്തുന്നത്. ലൂസിഫർ അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടറെ നിങ്ങൾ തപ്പി നടക്കും. എന്നാൽ അയാൾ വരുന്നുണ്ട് കേട്ടോ. സ്റ്റീഫൻ നെടുമ്പള്ളി ഉണ്ട്, കേരള രാഷ്ട്രീയത്തിലായിട്ട് ചേഞ്ചുകളുണ്ട്, പുള്ളി ഇടപെടുന്നുണ്ട്. സ്റ്റിൽ മോഹൻലാലിനൊരു ഗുമ്മില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ് ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് പ്രത്യേകിച്ച് ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഫീലും നമുക്ക് തോന്നത്തില്ല, ഒരു അടുപ്പം തോന്നില്ല. പുള്ളി പറഞ്ഞ ഡയലോഗുകളും പുള്ളി പറയുന്ന കുറിക്കുകൊള്ളുന്ന സ്റ്റൈലുള്ള മറുപടികളും ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ആകെ ഇതിൽ സ്കോർ ചെയ്ത് എനിക്ക് തോന്നിയത്, ഇപ്പോൾ എൽസ അതിനെയാണ് അതേ അഭിപ്രായം തന്നെ പറഞ്ഞത്, സ്കോർ ചെയ്ത് തോന്നിയത് മഞ്ജു വാര്യരാണ്. പുള്ളിക്കാരി ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതിനകത്ത്. എന്താണെന്ന് പറയുന്നില്ല, സ്പോയിലറാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും വർത്താണ്. നമുക്കൊരു വാവ് എന്ന് തോന്നുന്നൊരു മൊമെൻ്റ് ഉണ്ട്. മോഹൻലാലാകെ 1-2 ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അത് വേറൊരു കോമഡിയാണ്. എന്തിനാണ് അവർ ലോകത്തിൻ്റെ അങ്ങേ മൂടിക്കുള്ള എല്ലാ വലിയ കൂലിപ്പട്ടാളത്തെയും കൂട്ടത്തിൽ കൊണ്ട് നടപ്പുണ്ട്. സ്നൈപ്പേഴ്സിന് തന്നെ 7-8 സ്നൈപ്പേഴ്സ് കൂട്ടത്തിൽ നടപ്പുണ്ട് 24 മണിക്കൂറും. നാട്ടോട്ട് പുള്ളി സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് വരുമ്പോഴും പുള്ളി ഇവരെ കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഒറ്റ അടിക്കാത്ത പോലെ സ്നൈപ്പേഴ്സ് ഒന്നും ചെയ്യാനില്ല. സ്നൈപ്പേഴ്സൊക്കെ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ ഫുള്ള് മരത്തേനും ബിൽഡിങ്ങിനും കയറി കിടക്കത്തേ ഉള്ളൂ. ഇവർ തോക്കൊക്കെ കൊണ്ട് മാറ്റി വെക്കുന്നു, വാ കമോൺ എന്ന് പറയുന്നു, അടിക്കുന്നു, നാടൻ അടി. എന്തോന്നിത്? സ്റ്റീഫൻ നെടുമ്പള്ളി അത് കാണിക്കുക, ഒരു ചവിട്ടി ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഈ കാണിച്ചിരുന്ന അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ മാഫിയ ഡോണിനെയാണ്. ഇതിനകത്ത് എവിടെയാണ് ഈ കയ്യും കൊണ്ടുള്ള ഇടിയും തൊഴിൽ? ആരാണ് ഇതിന് പുറകെ നടക്കുന്നത്? ഇങ്ങനെ ഇടിച്ച് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ആൾക്കാർ മൊത്തം നിൽക്കുന്നത്. അവന്മാരുടെ മുമ്പിൽ ഞാൻ എന്നെ ഇടിക്കാരനാണ് കാണിക്കാൻ വേണ്ടിയാണ് ഒരു കാറ്റൽ ലോഡ് നടക്കുന്നത്. എന്തോ എനിക്ക് തോന്നുന്നില്ല, എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് ചളിയായിട്ടും തോന്നി. എന്തോ അതാണ് അതിനകത്ത് അവസാനം. എന്തോ നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കണ്ടാലും അതിൻ്റെ അവസാനം വരെ നമുക്ക് തോന്നി ഇപ്പം എന്നതായിരിക്കും ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ മുമ്പ് അവിടെ പോയി എന്തോ ഇതിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. പടം കാണാനായിട്ട് ഐമാക്സ് വരുമ്പോൾ പോകണമെന്ന് യാതൊരു ആവശ്യവും. പുള്ളി വലിയ ഹെലികോപ്റ്ററൊക്കെ ഇട്ട് വലിയ പ്രകടനം നടത്തുന്നുണ്ട്, അതിനുള്ളൊന്നും അതിനകത്തില്ല. ജസ്റ്റ് എൻജോയ്. ഇന്ന് നോർമൽ തിയേറ്റർ, നിങ്ങൾക്ക് തിയേറ്റർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ടി വിക്കകത്ത് കണ്ടാൽ കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചെറിയ സ്ക്രീനായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഇപ്പം നിങ്ങൾ വളരെ ഇങ്ങനെ ഒരു ബിഞ്ച് വാച്ച് പോലാണ്, നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണും എന്ന് നിസ്സാരമായിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു പടം. അതിന് മുകളിൽ ഞാനിതൊരു വലിയ ഓവർ റെക്കമെൻഡേഷൻ ഹൈപ്പൊന്നും പറയത്തില്ല, നെഗറ്റീവ് റിവ്യൂസ് ഒട്ടും പറയത്തില്ല. ആ പടം നെഗറ്റീവ് ചെയ്യേണ്ട കാര്യമില്ല. അത്ര കിടുക്കൻ ക്വാളിറ്റി ആ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വർക്ക്, അതിൻ്റെ എഫേർട്ടും അതിൻ്റെ വർക്കും അതുപോലുണ്ട്. കഥ കൂടിപ്പോയതും ക്വാളിറ്റി വളരെ കൂടിപ്പോയതും, അതായത് മലയാളിക്ക് ദഹിക്കാത്ത ലെവലിലുള്ള ക്വാളിറ്റി കൂടിപ്പോയതുമാണ് ഈ പടത്തിൻ്റെ പ്രശ്നം. സങ്കടമുണ്ട്, ഒത്തിരി പ്രതീക്ഷയുള്ള പടമായിരുന്നു. ബട്ട് എനിവേ, വീണ്ടും അടുത്ത പടവുമായ ഇനിയും ബസൂക്ക് വരുന്നു. അടുത്തത് കാണാം. ബൈ.